നീ ദൈവത്തെ ലിമിറ്റ് ചെയ്യരുത്. ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു, ദൈവത്തെ ലിമിറ്റ് ചെയ്യരുതെന്ന്. എനിക്കൊരു കാര്യം പൂർണ്ണമായി ഉറപ്പാണ്. മനുഷ്യൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് ലിമിറ്റേഷൻസ് വെക്കും, എനിക്ക് അതിരുകൾ വയ്ക്കും, എനിക്ക് വരമ്പുകൾ വയ്ക്കും. എന്നാൽ എനിക്കൊരു കാര്യം ഉറപ്പാ, സ്വർഗത്തിൽ നിന്നൊരു വിളി ഉണ്ടായിട്ട് എന്നെ വിളിച്ച് വേർതിരിച്ച് തൻ്റെ മഹത്തകരമായ ശുശ്രൂഷയ്ക്ക് മാറ്റി നിർത്തിയ ദൈവത്തിന് ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ലിമിറ്റ് വയ്ക്കരുതെന്ന് എന്നോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ആമേൻ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഈ പകലിൽ, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ആമേൻ, നമ്മുടെ ദൈവത്തിന് അതിരുകളെ വയ്ക്കരുത്, നമ്മുടെ ദൈവത്തിന് ലിമിറ്റുകളെ വയ്ക്കരുത്. ഹല്ലേലൂയ, അവൻ അസാധ്യങ്ങളുടെ മേൽ, ആമേൻ, ഹല്ലേലൂയ, അസാധ്യമായ പ്രവൃത്തിയെ ചെയ്യുന്നവനാണ്. സകലത്തെയും സാധ്യമാക്കി, ആമേൻ, ഒരൊറ്റ വാക്കിനാൽ സകലത്തെയും ഉളവാക്കിയ ദൈവം. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ആ ഭവനത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇടപെട്ടു. അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാമിനോട് വാഗ്ദത്തം പറയുമ്പോൾ അബ്രഹാം അങ്ങോട്ട് ലിമിറ്റ് വെച്ചു. ദമ്മശേക്കുകാരനായ എലയാസർ എൻ്റെ അവകാശിയാണ്. ദൂത് പറഞ്ഞത് പ്രത്യക്ഷനായ ദൈവം അതിനേക്കാൾ അതിമഹത്തായ കാര്യം വെളിപ്പെടുത്തുവാനാ അബ്രഹാമിൻ്റെ മുൻപിൽ വന്നത്. പക്ഷെ അബ്രഹാമിന് പറയാനുള്ളത്, ദമ്മശേക്കുകാരനായ എലയാസർ എൻ്റെ അവകാശിയാണെന്ന്. രാത്രി പകലിൽ പറയട്ടെ, ആമീൻ, അങ്ങോട്ട് ലിമിറ്റേഷൻസ് വെച്ച് അബ്രഹാമിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ല, സാക്ഷാൽ ദൈവമായവൻ ഇടപെട്ടിട്ട് പറയുക, നിന്റെ ഉദരത്തിൽ നിന്ന്, നിന്റെ കടിപ്രദേശത്തിൽ നിന്ന് നിനക്കൊരവകാശി ഉത്ഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ വേദപുസ്തകത്തിൽ ദൈവത്തോട് അങ്ങോട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഇവൻ മതി എനിക്ക്, ഇവൻ മതി എനിക്ക്, അല്ലെങ്കിൽ ഇത് മതി എനിക്ക്, ഇതും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിക്കൊള്ളാം, ഇതുമായിട്ട് ഞാൻ അങ്ങോട്ട് പോയിക്കൊള്ളാം. ഹല്ലേലൂയ. എന്നാൽ യാക്കോബ് പറയുന്നൊരു സാക്ഷ്യമുണ്ട് കേട്ടോ. ഞാനൊരു വടിയുമായിട്ട് ഇങ്ങോട്ട് വന്നു, ഇതാ രണ്ട് കൂട്ടമായിട്ട് മടങ്ങിപ്പോകുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഭാവിയെ നോക്കി, ആത്മീക ജീവിതത്തെ നോക്കി, മുൻപോട്ടുള്ള യാത്രയെ നോക്കി, പരിശുദ്ധാത്മാവിൽ, ഹല്ലേലൂയ, ആമേൻ, ഈ വർഷം അവസാനിക്കാൻ പോകുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആലോചന ഇന്ന് പകൽക്കാലം ഞാൻ കൈമാറുകയാണ്. ആമേൻ, ദൈവത്തെ ലിമിറ്റ് ചെയ്യാതെ, ദൈവത്തിന് അതിർവരമ്പുകളെ ഇക്കാതെ, ആമേൻ, ഹല്ലേലൂയ, ഭാവിയെ നോക്കി, മുൻപോട്ടുള്ള വഴികളെ നോക്കി, ആമേൻ, ദൈവസന്നിധിയിൽ വിളിച്ചു പറയുക. യാക്കോബ് പറഞ്ഞ പോലെ, ഇതാ ഞാൻ, ഹല്ലേലൂയ, ആമേൻ, ഒരു വടി ആശ്രയിക്കുവാനൊരു ഊന്നുപടിയുമായി വന്നു. മടങ്ങിപ്പോകുന്നത് രണ്ട് കൂട്ടമായിട്ടാ ദൈവം എനിക്ക് തന്നത്, ദൈവം എന്നെ ഏൽപ്പിച്ചത്. ഇങ്ങനെ പറയുവാൻ, ഹല്ലേലൂയ, ആമേൻ, അതിരുകളില്ലാത്ത സാക്ഷ്യം, ആമേൻ, ഇന്ന് പകൽക്കാലം പ്രാപിക്കുവാൻ ആത്മാവിൽ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം. ഇത് സാധ്യമാകണമെങ്കിൽ വെറുതെ ഈ സാക്ഷ്യം സാധ്യമാകത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ട ഒരാലോചന ഇന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ ശരണപ്പെടുകയാണ്. ഇങ്ങനെ ഒരു വലിയ ചലഞ്ചിങ് ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ കൃപ എന്ന് പറയുന്ന ഒരു കാര്യം ജീവിതത്തിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ ജീവിതത്തിൽ വെളിപ്പെടണം. ആരുടെ കൃപ? ദൈവത്തിൻ്റെ കൃപ, അസാധാരണമായ ദൈവകൃപ, ലിമിറ്റില്ലാത്ത ദൈവകൃപ, ആർക്കും മാറ്റിക്കളയുവാൻ കഴിയാത്ത ദൈവകൃപ, ആർക്കും അപഹരിക്കുവാൻ കഴിയാത്ത ദൈവകൃപ. ഇത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വർഗത്തിൽ നിന്ന് നാം പ്രാപിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ദൈവം അളവുകളില്ലാതെ, അതിരുകളില്ലാതെ, ആമേൻ, ഹല്ലേലൂയ, ആർക്കും അപഹരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, ആമേൻ, ഹല്ലേലൂയ, തൻ്റെ പദ്ധതികൾ നമ്മുടെ മേൽ വെളിപ്പെടുത്തുവാൻ, ആമേൻ, ഇടയായിത്തീരും. ആകയാൽ പ്രാർത്ഥനയോടെ, ആമേൻ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വചനം വായിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമല്ലോ.
അടുത്ത വാക്യം കൂടെ. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ വചനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെടണമേ. വചനം എഴുതിയ അതേ ആത്മാവിനാൽ കർത്താവെ ജനത്തോട് സംസാരിപ്പാൻ എളിയവനെയും കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തിക്കാട്ടെ, ക്രിസ്തു യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. നാം വായിച്ച വാക്യം ഇങ്ങനെയാണ്: അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടുന്നതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഈ വാക്യം വായിച്ചു കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. എൻ്റെ കൃപ നിനക്ക് മതി. ഇത് ധന്യനായ പൗലോസ് അപ്പോസ്തലൻ ഒരു വിഷയത്തിൽ ദൈവത്തോട് വല്ലാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തൻ്റെ ശരീരത്തിൽ ഒരു ക്ലേശമുണ്ടായി. ആ ക്ലേശം തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ, ആ ക്ലേശം തന്നിൽ നിന്ന് വിട്ടുമാറേണ്ടുന്നതിന് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ 2-3 വട്ടം പ്രാർത്ഥിച്ചു എന്ന്, ആമേൻ, ഹല്ലേലൂയ, അവിടെ എഴുതിയിരിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ദൈവത്തോട് താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട്: അതെന്നെ വിട്ടു നീങ്ങേണ്ടുന്നതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. നാം ഇതിൻ്റെ സാഹചര്യങ്ങളും ഇതിൻ്റെ ഈ വാക്യത്തിൻ്റെ, ആമേൻ, പൗലോസ് അപ്പോസ്തലൻ എഴുതുവാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്ലേശിപ്പിച്ച ഒരു ക്ലേശം ശരീരത്തിലുണ്ടായിരുന്നു. എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു എന്നാണ് മലയാള പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ അത് തെറ്റാണ്. ഇംഗ്ലീഷ് പരിഭാഷയിലും ഇതിൻ്റെ മൂലഭാഷയിലുമൊക്കെ എഴുതിയിരിക്കുന്നത് ഒരു മുള്ള് എന്നാണ്. ഒരു മുള്ള്. ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് സാത്താൻ്റെ ദൂതനെ എൻ്റെ ജഡത്തിൽ എനിക്കൊരു മുള്ള് തന്നിരിക്കുകയാണ്, എന്നെ കുത്തുവാൻ. എന്തുകൊണ്ടാണ് ശൂലം എന്ന് പറയുന്ന പദം തെറ്റാണെന്ന് പറയുന്നത്? ശൂലമെന്ന് പറയുന്നത് മൂർച്ചയേറിയ ആയുധമാണ്. മൂർച്ചയേറിയ ആയുധം കൊണ്ട്, ശൂലം കൊണ്ട് കുത്തിയാൽ അപ്പുറം തുളഞ്ഞു പോകുന്ന വസ്തുവാണ്. അതുകൊണ്ട് കുത്തിയാൽ മരിച്ചു പോകും, ഇല്ലാതെയായി പോകും. എന്നാൽ അതിൻ്റെ യഥാർത്ഥ പരിഭാഷയിലും ഇംഗ്ലീഷിലുമൊക്കെ ഒരു മുള്ളാണ്. അപ്പപ്പ കുത്തി നോവിക്കേണ്ടുന്നതിനുള്ള ഒരു മുള്ള എനിക്ക് തന്നിരിക്കുന്നു. അത് സാത്താൻ്റെ ദൂതനെ വെച്ചിരിക്കുന്ന ഒരു മുള്ളാണ്. പലപ്പോഴും ഈ വാക്യം ഇന്ന് പകൽക്കാലം വായിച്ചപ്പോഴും ഞാൻ ദൈവസന്നിധിയിൽ ആ ഭാഗത്തെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു. എന്താണ് പൗലോസ് പറയുന്ന ഈ ശരീരത്തിൽ, ആമേൻ, 3 വട്ടം പ്രാർത്ഥിച്ചിട്ടും മാറിപ്പോകാത്ത ആ മുള്ള്, അല്ലെങ്കിൽ പൗലോസിനെ കുത്തി മുറിവേൽപ്പിക്കേണ്ടുന്നതിന്, ആമേൻ, ഹല്ലേലൂയ, ദൈവം സാത്താനെ ഏൽപ്പിച്ചു കൊടുത്ത മുള്ളെന്താണ് എന്ന് ഒക്കെ ഒന്ന് അതിൻ്റെ ചരിത്രങ്ങൾ പഠിച്ചു നോക്കിയപ്പോൾ, ചരിത്ര പണ്ഡിതന്മാർ അല്ലെങ്കിൽ വേദപുസ്തകത്തെ വിശകലനം ചെയ്തവർ എഴുതി വച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ശക്തമായി നിന്നപ്പോൾ പല തവണ പൗലോസിന് ശരീരത്തിൽ ഉപദ്രവം ഏൽക്കേണ്ടി വന്നു. ആ ഉപദ്രവം നിമിത്തം കണ്ണ് വീർത്ത് കാണുവാൻ കഴിയാത്തതുപോലെ, ഒരു വിരൂപനെ പോലെ പൗലോസിനെ കാണുന്നവർ അവനെ ദുഷിക്കുന്നത് പോലെയുള്ള വിരൂപമായ കണ്ണ് പൗലോസിനുണ്ടായിരുന്നു. ഇത് മാറിപ്പോകുവാൻ വേണ്ടി ദൈവത്തോട് പൗലോസ് 3 വട്ടം പ്രാർത്ഥിച്ചു. ഈ 3 വട്ടം പ്രാർത്ഥിച്ചിട്ടും ഇത് മാറിപ്പോയില്ല. ഇതിന് വേദ ചരിത്ര പണ്ഡിതന്മാർ ഒരു ഭാഗം പൗലോസ് എഴുതിയ ഒരു ലേഖനം എടുത്ത്, ആമേൻ, കോട്ട് ചെയ്തിട്ടാണ് അവർ പറയുന്നത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ഗലാത്യ സഭയോട് പൗലോസ് ദൂത് പറഞ്ഞിട്ട് വിളിച്ചു പറയുകയാണ്: നിങ്ങൾ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകൂടെ നിങ്ങൾ ചൂഴ്ന്ന് എനിക്ക് തരുമായിരുന്നു.
ആ പദപ്രയോഗം പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത് തൻ്റെ വീർത്ത കണ്ണുകളെ നോക്കി മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ ഹല്ലേലൂയ ഇതൊന്ന് മാറിപ്പോകുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ 3 വട്ടം പ്രാർത്ഥിച്ചിട്ടും ദൈവം പറഞ്ഞത്, പൗലോസേ, എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതകളിൽ തികഞ്ഞു വരുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വാക്യത്തോടും അതിൻ്റെ ചരിത്രത്തോടും ചേർത്ത് വെച്ചൊരു കാര്യം പറയട്ടെ. പൗലോസിനെ മറ്റുള്ളവർ ദുഷിച്ചു, പൗലോസ് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിതനായി തീർന്നു. പൗലോസിന് ഹല്ലേലൂയ ദൈവം കൊടുത്ത കൃപാവരങ്ങളും ഹല്ലേലൂയ അവിടെ ഈ 12-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ പൗലോസ് ഒരു കാര്യം പറഞ്ഞിട്ടാ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ ഞാൻ അറിയുന്നില്ല. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അത് താൻ തന്നെയാണെന്ന് തനിക്ക് സ്വയം അറിയാമായിട്ടും അടുത്ത വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, വേണമെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ കാരണമായ ഒരു വസ്തുതയാണിത്, എങ്കിലും ഞാൻ ഇതിലൊന്നിലും പ്രശംസിക്കുന്നില്ല. എൻ്റെ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നതിൽ, എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കുന്നതിൽ മാത്രമേ ഞാൻ പ്രശംസിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു വരട്ടെ. അങ്ങനെ ഹല്ലേലൂയ അവൻ്റെ ശരീരത്തെ നോക്കി, അവൻ്റെ സാഹചര്യങ്ങളെ നോക്കി മറ്റുള്ളവർ അവനെ ദുഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നിന്നയൊന്നു മാറിപ്പോകുവാൻ വേണ്ടിയാ 3 വട്ടം പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. എന്നാൽ പൗലോസിനോട് ദൈവം പറഞ്ഞത്, കർത്താവ് പറഞ്ഞത്, നിന്നെ നിന്ദിക്കുന്നത് നീങ്ങിപ്പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നു എങ്കിൽ നിന്നെ അവിടെ നിന്നോട്ടെ. ആ നിന്ദിക്കുന്നത് നിമിത്തം എനിക്ക് നിന്നെക്കുറിച്ച് അതിമഹത്തായ ചില ദൈവിക പദ്ധതികൾ വെളിപ്പെടുത്തുവാനുണ്ട്. അതുകൊണ്ട് പൗലോസേ, നിന്റെ നിന്ന നീങ്ങിപ്പോകുവാനല്ല നീ പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ കൃപയുണ്ടല്ലോ, നിന്നോട് മനസ്സലിവ് തോന്നി ഞാൻ നിന്നിൽ പകർന്ന എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടല്ലോ, അത് നിന്നിൽ നിലനിൽക്കേണ്ടുന്നതിന് നീ പ്രാർത്ഥിക്കുക. ആ കൃപ നിന്നിൽ നിലനിൽക്കുന്നു എങ്കിൽ ഹല്ലേലൂയ നിന്നെ ശക്തനാക്കി നിർത്തുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ചരിത്രത്തോട് ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പങ്കുവയ്ക്കുന്ന ഒരു ആലോചന ഇന്ന് പകൽക്കാലം പറയട്ടെ. ഞാനും നിങ്ങളുമൊക്കെ സമാന സാഹചര്യങ്ങളിലൂടെ മനുഷ്യൻ കൂടെ നിന്നവർ, ഹല്ലേലൂയ കൂടെ സഹകരിച്ചവർ, ഹല്ലേലൂയ ഒക്കെ ഹല്ലേലൂയ നിന്ദിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും ഹല്ലേലൂയ അത് മാറിപ്പോകുവാൻ ഞാനും നിങ്ങളുമൊക്കെ വല്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം 3 വട്ടം പൗലോസ് പ്രാർത്ഥിച്ചിട്ടും ആ നിന്ന് മാറ്റിക്കളയാതെ അത് അങ്ങനെ തന്നെ നിർത്തിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്ദിക്കുന്നവർ നിന്ദിക്കട്ടെ, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, ദുഷിക്കുന്നവർ ദുഷിക്കട്ടെ, വിലയിടുന്നവർ വിലയിടട്ടെ, അതിർവരമ്പുകൾ ഇടുന്നവർ അതിടട്ടെ. ഹല്ലേലൂയ. എനിക്ക് നിന്നോട് കൃപ തോന്നിയിട്ടുണ്ട്, ആ കൃപ നിനക്കുണ്ടെങ്കിൽ ഹല്ലേലൂയ പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഇന്ന് പകൽക്കാലം കേട്ട വാക്യത്തിൽ ഹല്ലേലൂയ ഇങ്ങനെയാ ദൈവം പൗലോസിനോട് പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിനെ മുറിപ്പെടുത്തുന്ന, മനസ്സിനെ ബലഹീനമാക്കുന്ന, മനസ്സിൻ്റെ ബലത്തെ തകർത്ത് കളയുന്ന ഹല്ലേലൂയ പലവിധ പദ്ധതികൾ ശത്രുവായ പിശാച് പല വ്യക്തികളിലൂടെ പലരിലൂടെ കടത്തിവിടുമ്പോൾ, വ്യക്തികളെ നോക്കി ദുഷിക്കുവാനല്ല എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ അസാധാരണമായ ആ ദൈവകൃപ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിലനിൽക്കുന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൻ്റെ ദൂത് കൈമാറട്ടെ. എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പൗലോസിനോട് അരുളി ചെയ്ത ആ ദൈവകൃപയ്ക്കായിട്ട് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളുമൊക്കെ വല്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആലോചന വിളിച്ചു പറയട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടുന്നത് നിന്ന മാറിപ്പോകുവാനല്ല, ബലഹീനത നീങ്ങിപ്പോകുവാനല്ല, നിന്ദിക്കുന്നവൻ ഹല്ലേലൂയ തോറ്റുപോകണമേ എന്ന് ആരെങ്കിലും ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാ. നിന്ദിക്കുന്നവൻ അധികം നിന്ദിക്കട്ടെ, ഉപദ്രവിക്കുന്നവൻ അധികം ഉപദ്രവിക്കട്ടെ. ഹല്ലേലൂയ. 41-ാം സങ്കീർത്തനത്തിൽ ദാവീദ് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ സ്നേഹിതൻ, ഹല്ലേലൂയ എൻ്റെ അപ്പം തിന്നവനും, ഹല്ലേലൂയ എൻ്റെ പ്രാണ സ്നേഹിതൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്ന് 41-ാം സങ്കീർത്തനത്തിൽ വിളിച്ചു പറയുകയാണ്.
ദാവീദിൻ്റെ കൂടെ നിന്ന് ദാവീദിനോട് ആലോചന പറഞ്ഞു കൊടുത്ത അഹീത്തോഫേലിൻ്റെ ആലോചന ദൈവത്തിൻ്റെ ആലോചന പോലെ തന്നെ ആയിരുന്നു എന്ന് ആമേൻ ഹല്ലേലൂയ ദൈവവചനത്തിൽ എഴുതുമ്പോൾ ആമേൻ ഹല്ലേലൂയ ദാവീദിനേക്കാൾ ശക്തൻ ആമേൻ ഹല്ലേലൂയ അബ്ശലോമാണെന്ന് ആമേൻ ഹല്ലേലൂയ ആമേൻ അഹീത്തോഫേലിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ അഹീത്തോഫേലിന് ആമേൻ അബ്ശലോമിനോട് ആകാത്ത ആലോചനകൾ പറഞ്ഞുകൊടുത്ത് ജനത്തെ വശീകരിക്കുവാൻ അബ്ശലോമിന് ആലോചന പറഞ്ഞു കൊടുത്തപ്പോൾ ദാവീദിന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചിട്ട് പ്രവചനാത്മാവിൽ മുൻപേ അടുത്ത കാലഘട്ടം കഴിയുമ്പോൾ വരുവാൻ പോകുന്നൊരു ആമേൻ ആലോചന ദൈവിക ദൂതായി വിളിച്ചു ആമേൻ ഹല്ലേലൂയ പാടിയതാണ് ആമേൻ ഹല്ലേലൂയ നാം വായിച്ചു കേൾക്കപ്പെട്ട സങ്കീർത്തനത്തിൻ്റെ ആ വാക്യം. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ കൂടെ താലത്തിൽ കൈമുക്കി യേശുവിൻ്റെ കൂടെ നടന്ന യൂദ ആമേൻ ഹല്ലേലൂയ അവൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്ന് ആമേൻ ഹല്ലേലൂയ ഈ വചനത്തെ കോട്ട് ചെയ്തുകൊണ്ട് കർത്താവ് പറഞ്ഞ ആമേൻ ഒരു വാക്യം ഹല്ലേലൂയ സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നിന്ദയും അപമാനവും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒരു വഴിയെ എഴുന്നേറ്റ് വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ മനസ്സ് വല്ലാതെ പതറിപ്പോകുമ്പോൾ, മനസ്സ് തകർന്നു പോകുമ്പോൾ, ഇന്ന് പകൽക്കാലം പൗലോസിനോട് ഇടപെട്ട ദൈവിക ആലോചന ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി കൈമാറുക. നിങ്ങളെ ക്ലേശിപ്പിക്കുന്ന വിഷയം എന്താ? നിങ്ങളെ ആമേൻ വേദനിപ്പിക്കുന്ന വിഷയം എന്താ? ആമേൻ ഹല്ലേലൂയ ഇവിടെ പൗലോസ് പറയുക, അത് മാറിപ്പോകാൻ ഞാൻ 3 വട്ടം പ്രാർത്ഥിച്ചെന്നേ. എന്നാൽ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് കിട്ടിയ മറുപടി എന്താണെന്നറിയാമോ? അത് മാറിപ്പോകാൻ നീ പ്രാർത്ഥിക്കേണ്ട, അത് ഹല്ലേലൂയ നിന്നെ അപ്പപ്പ കുത്തുവാൻ ഹല്ലേലൂയ ഞാൻ വെച്ചിരിക്കുന്ന ഒരു മുള്ളാണ്. ഹല്ലേലൂയ എന്നാൽ ആ മുള്ള നിന്നെ തകർത്ത് കളയത്തില്ല. പൗലോസേ ആമേൻ എൻ്റെ കൃപ നിനക്ക് മതി. അത് ബലഹീനതകളിൽ ശക്തിയായി നിന്റെ മേൽ വെളിപ്പെടുന്ന ദൈവിക പദ്ധതിയാണെന്ന് ആമേൻ ഹല്ലേലൂയ ആത്മാവിൻ്റെ ആലോചന വിളിച്ചു പറയുക. ഇന്നത്തെ പകലിൽ ഹല്ലേലൂയ ആമേൻ ആ മുള്ള് നീങ്ങിപ്പോകാൻ ഇനി ആരും പ്രാർത്ഥിക്കണ്ട, ആ മുള്ള് നോവിപ്പിക്കണ്ട എന്ന് പ്രാർത്ഥിക്കണ്ട. ആമേൻ അതിനേക്കാൾ അപ്പുറത്തായി ആ വലിയ കൃപ, എൻ്റെ കൃപ, ഞാൻ തരുന്ന കൃപ, അത് നിനക്കും മതി. ഹല്ലേലൂയ. ഇന്നത്തെ പകലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ആമേൻ ഹല്ലേലൂയ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതം നമ്മുടെ മുൻപിൽ ഏത് വഴിയിലൂടെ എങ്ങനെ കടന്നു പോകുന്നു എന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിരിക്കുമ്പോൾ നാം ഹൃദയത്തിൽ വല്ലാതെ സന്തോഷിക്കും. എന്നിട്ട് നമ്മോട് തന്നെ പറയും, ഈ വഴിയെ ഇങ്ങനെ പോകാം, ഇത് കുഴപ്പമില്ല. എന്നാൽ അറിയത്തില്ല അതിൻ്റെ ചിന്തകൾക്കപ്പുറത്ത് ആമേൻ ഹല്ലേലൂയ ഒരു മുള്ള് പതിഞ്ഞിരിപ്പുണ്ടോ? ഹല്ലേലൂയ ദൈവം കൽപ്പിച്ചാക്കിയതാണോ അത്? നമുക്കറിയുവാൻ കഴിയത്തില്ല. എന്നാൽ മുള്ളുകൾ വല്ലാതെ കുത്തി നോവിക്കുമ്പോൾ പൗലോസിനോട് ദൈവം പറഞ്ഞ ദൈവിക ആലോചന ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളത്തിൽ ശക്തമായി നിറകൊള്ളുമാറാകട്ടെ. എൻ്റെ കൃപ നിനക്ക് മതി. മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കണ്ട. മുൻപോട്ടുള്ള യാത്രയിൽ ദൈവകൃപയിൽ ആശ്രയിച്ച്, ദൈവിക പദ്ധതിയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ കൃപയുടെ ആഴം നമ്മുടെ മേൽ ഏതെല്ലാം മേഖലകളിൽ വെളിപ്പെടുമെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ പോകുകയാണ്. എന്തിനാ എഴുതിയ സാഹചര്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടെന്ന് ചോദിച്ചാൽ, ഇനി മുൻപോട്ട് അനവധി പ്രതിസന്ധികൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന് നേരെ മുള്ളുപോലെ എഴുന്നേറ്റെന്ന് വരാം. എന്നാൽ പ്രാർത്ഥന, ആ കൃപ പൗലോസിന് ദൈവം ആമേൻ നീങ്ങിപ്പോകാതെ വണ്ണം പകർന്നു കൊടുത്ത ആമേൻ ദൈവത്തിൻ്റെ കൃപ. ദൈവം പറഞ്ഞതാണ്, എൻ്റെ കൃപ നിനക്ക് മതി, അത് മതി, വേറെ ഒന്നും ഇനി നിനക്ക് വേണ്ട. അത് നിനക്ക് ശക്തിയായി നിന്നിൽ വെളിപ്പെടുവാൻ പോകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ആമേൻ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട് ഇങ്ങനെ, ആകയാൽ
ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടുന്നതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. മുള്ളു കുത്തി നോവിച്ച് ആമേൻ ജീവിതത്തിൽ ബലഹീനതയായി അത് വെളിപ്പെടുമ്പോൾ പൗലോസിന് പറയാനുള്ളത്, ഇനി മുതൽ ഞാൻ ആ മുള്ളിനെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടത്തില്ല, മറിച്ച് അതിസന്തോഷത്തോടെ ഞാനത് സ്വീകരിച്ച് ഹല്ലേലൂയ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രശംസിപ്പാൻ, ഹല്ലേലൂയ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ ബലഹീനതയിൽ ആ മുള്ള് കുത്തി നോവിക്കുമ്പോഴും അതിൻ്റെ വേദനകൾ എന്നെ വല്ലാതെ ഭാരപ്പെടുത്തുമ്പോഴും ആമേൻ അത് സഹിക്കുവാനുള്ള ഒരു കൃപ ദൈവമായ കർത്താവ് എന്നിൽ പകർന്നതാണല്ലോ എന്നോർത്ത് എൻ്റെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കും. ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആഴങ്ങൾ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. പ്രാരംഭത്തിൽ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ദൈവം ഇടപെട്ട ഒരാലോചന കൃപ എന്ന് പറയുന്നത്. ഇവിടെ പൗലോസിനോട് പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതകളിൽ തികഞ്ഞു വരുന്നതാണ്. ഏത് മുറിവിനെയും ആമേൻ കഴുകുവാനും കെട്ടുവാനും പൊറുപ്പിക്കുവാനും പൂർണ്ണ വിടുതൽ തരുവാനും പ്രാപ്തമായ ഒന്നാണ് ദൈവത്തിൻ്റെ കൃപ. ആ കൃപ ഇന്ന് പകൽക്കാലം മതി. ഓരോരുത്തരും അവരവരുടെ മനസ്സിനോട് ശക്തമായി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു ഉറപ്പിച്ചു പറയേണ്ട ഒരു കാര്യം, ദൈവമേ നിൻ്റെ കൃപ എനിക്കും മതി. പരിശുദ്ധാത്മാവ് ഇന്നത്തെ പ്രഭാത ചിന്തയിൽ വളരെ ശക്തമായി ഉള്ളിൽ തന്ന ചില ചിന്തകളുണ്ട്. പൗലോസിനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. ഇങ്ങനെ പല വ്യക്തികളോട് ദൈവം കൃപ കാണിച്ചിട്ടുണ്ട്. ആ കൃപയുടെ പുറകിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളും പദ്ധതികളും ഉണ്ടായിരുന്നു. അപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത കൃപ ബലഹീനതകളിൽ ദൈവത്തെ പ്രശംസിപ്പാനുള്ള ദൈവകൃപയായിരുന്നു. കൃപ പകരുന്നതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ. ഇന്ന് പകൽക്കാലം നമുക്കൊരു നിമിഷം ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പ്രാരംഭത്തിൽ ഇതുവരെയും നാം ചിന്തിച്ചത്, പൗലോസിനോട് ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാതെ ദൈവത്തിൻ്റെ കൃപയാ പൗലോസിന് കൊടുത്തത്. എന്തിന്? ബലഹീനതകളിൽ ദൈവത്തെ പ്രശംസിപ്പാൻ. ഉപദ്രവങ്ങളുടെ നടുവിൽ, നിന്ദകളുടെ നടുവിൽ ദൈവത്തിന് സകല മഹത്വവും കൊടുത്ത് ദൈവനാമത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളുവാൻ വേണ്ടി ദൈവം ആമേൻ ഹല്ലേലൂയ പൗലോസിന് ദൈവത്തിൻ്റെ കൃപ കൊടുത്തു. ഇവിടെ നാം വായിച്ചത്, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയ്ക്ക് എന്തിനാണ് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത്? ആ വാക്യത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കുമ്പോൾ അവിടെ വളരെ ആമേൻ ഹല്ലേലൂയ ചിന്താക്കുഴപ്പമുണ്ടാക്കുന്ന ആമേൻ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് എഴുതി വന്നിട്ടാണ് അവിടെ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്ന് കാണുവാൻ കഴിയുന്നത്. ആ കാലത്ത് ഭൂമിയിൽ മനുഷ്യന്മാർ പെരുകി. ഒന്ന് വായിച്ചാട്ടെ. ആ ആമേൻ. ഇവിടെ ആമേൻ.
എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഇവിടെ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ദൈവം ചില പദ്ധതികൾ കണ്ടിട്ട് അനുതപിച്ച്, മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം അനുതപിച്ചു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. മനുഷ്യൻ്റെ നിരൂപണം ദോഷമുള്ളതെന്ന് ദൈവം കണ്ടു. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവത്തിന് ആമേൻ അനുതാപം തോന്നി. ഇങ്ങനെ ആമേൻ ദൈവം ചെയ്ത നന്മകൾ മനുഷ്യൻ പ്രാപിച്ചതിനനുസരിച്ച് ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിരാമം കുറിച്ചിട്ട് ഭൂമിയിൽ നിന്ന് മനുഷ്യനെ ഇല്ലാതെയാക്കി കളയുവാൻ ദൈവത്തിൻ്റെ ഉള്ളത്തിൽ തോന്നലുണ്ടായപ്പോൾ, ആമേൻ, ചുരുക്കി ഒറ്റവാക്കിൽ പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തിന് അവസാനം വരുത്തണമെന്ന് ദൈവത്തിന് തോന്നിയപ്പോൾ ഒരുത്തന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ജീവിതയാത്രയിൽ നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടോ സാമർഥ്യം കൊണ്ടോ മിടുക്കുകൊണ്ടോ അല്ല അനേകർ പട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ കൃപ നോഹയ്ക്ക് ലഭിച്ചതുപോലെ എനിക്കും നിങ്ങൾക്കുമൊക്കെ ലഭിച്ചത് കൊണ്ടാണ് നാം ഇന്നു പകൽക്കാലം ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്നത്. എന്നാൽ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. എന്തിനു വേണ്ടി? ഒരു കൂട്ടത്തെ നശിപ്പിച്ചു കളയുവാൻ ദൈവത്തിൻ്റെ ഉള്ളത്തിൽ പദ്ധതി ഉണ്ടായപ്പോൾ നാശത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ദൈവത്തിന് തോന്നിയ കരുണയാണ് നോഹയ്ക്ക് ലഭിച്ച കൃപ. ആ കൃപയിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു ദൂത് വിളിച്ചു പറയട്ടെ. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നിന്ന് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ നിരൂപണങ്ങളിൽ മാറ്റം വന്നപ്പോൾ സർവശക്തനായ ദൈവം എന്നോടും നിങ്ങളോടുമൊക്കെ ക്ഷമിച്ചിട്ട് നോഹയ്ക്കുണ്ടായിരുന്നവരിൽ നോഹയ്ക്ക് മുമ്പേ നോഹയുടെ കൂടെ ഉണ്ടായിരുന്ന ചിലരെ നീക്കിക്കളയുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായപ്പോൾ ആ പദ്ധതിയുടെ ഇടയിൽ നിന്ന് ആമേൻ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഒരു മാറ്റം വന്നു. ആ മാറ്റമാണ് നോഹയ്ക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപ. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ജീവിതയാത്രയിൽ നോഹയ്ക്ക് ലഭിച്ച പോലുള്ള ഒരു ബോണസ് ദൈവത്തിന് കരുണ തോന്നി എന്നോടും നിങ്ങളോടും മാറ്റിവെച്ചത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ ആമേൻ ഹല്ലേലൂയ നാം തിരിച്ചറിയണം. ഹല്ലേലൂയ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരെയും മാറ്റിക്കളഞ്ഞിട്ട് നോഹയ്ക്ക് കൃപ കൊടുത്തതുപോലെ, അല്ലെങ്കിൽ നോഹയോട് ദയ തോന്നിയതുപോലെ എന്നോട് ദയ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് പകൽക്കാലം ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് കൃപയുടെ ആഴത്തെ തുച്ഛീകരിക്കാതെ, കൃപയുടെ ആഴം എന്താണെന്ന് തിരിച്ചറിയാതെ, കൃപ എന്തിനു വേണ്ടിയാണ് നിന്നോട് കാണിച്ചതെന്ന് അറിയാതെ മറ്റുള്ളവരെ പോലെ നീ ആയിത്തീരരുത്. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നോഹ ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞു നടന്നപ്പോൾ കൃപ ലഭിച്ചവൻ്റെ കൃപ എന്താണെന്ന് തിരിച്ചറിയാതെ അവനെ പരിഹസിക്കുകയും അവനോടുകൂടെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേരുകയും, ആമേൻ ഹല്ലേലൂയ, അതിന് ആമേൻ ഇവനെ കൃപയാൽ ദൈവം തെരഞ്ഞെടുത്തതാണെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ പോയതുകൊണ്ട് ഒരു കൂട്ടർ, ഒരു വലിയ കൂട്ടം നോഹയ്ക്ക് ലഭിച്ച കൃപ ലഭിക്കാതെ ആമേൻ ഹല്ലേലൂയ എന്നേക്കുമായി മാറ്റപ്പെട്ടു പോകുവാൻ, മറഞ്ഞു പോകുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ശാന്തമായി ദൈവാത്മാവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന ദൈവികാലോചന വെളിപ്പെടുത്തട്ടെ. എനിക്കും നിനക്കും ലഭിച്ച കൃപ എന്താണെന്ന് തിരിച്ചറിയണമെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവിൻ്റെ ആലോചന വിളിച്ചു പറയുക. നോഹയ്ക്ക് ലഭിച്ച കൃപ അനേകർ മാറ്റപ്പെട്ടു പോയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കരം പിടിച്ച് മാറ്റി നിർത്തി ദൈവത്തിൻ്റെ ദയയെ ഘോഷിക്കുവാനായിട്ടാണ് നോഹയ്ക്ക് ലഭിച്ച കൃപ. അവിടെ ഹല്ലേലൂയ ഒരു ഉപദേശ പെശക്, ഹല്ലേലൂയ പലരും നിരീശ്വരവാദികൾ ആമേൻ പറഞ്ഞു പരത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒറ്റ വാക്കിൽ അതിനൊരു ഉത്തരം പറഞ്ഞിട്ട് വീണ്ടും അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് അവരെ ഭാര്യമാരായി എടുത്തു എന്നൊരു വാക്യം അവിടെ എഴുതി വച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ ദൈവത്തിൻ്റെ പുത്രന്മാർ ആരാ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. എന്നാൽ ഹല്ലേലൂയ, അതിൻ്റെ ചരിത്രവും വചനത്തിൻ്റെ ആഴങ്ങളും ആമേൻ അതിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റ് വചനങ്ങളും വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ആ കാലത്ത് ദൈവത്തിൻ്റെ യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങിയെന്ന് 5-ാം വാക്യത്തിൻ്റെ മുകളിൽ 5-ാം അധ്യായത്തിൻ്റെ മുകളിൽ ഒരു ഭാഗമുണ്ട്. അത് ആദം അതിനുശേഷം ഹാബേലിന് ശേഷം എനിക്കൊരു മകനെ ലഭിച്ചു എന്ന് പറഞ്ഞ് അവന് ഷേത്ത് എന്ന് പേരിട്ടു. കായീനും ഹാബേലും കഴിഞ്ഞിട്ട് അവർക്ക് ജനിച്ച ആ തലമുറയാണ് ഷേത്ത്. ഷേത്തിന് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു മകനുണ്ടായി, ഏനോഷ്. അവൻ്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്ന് അവിടെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. ചരിത്രകാരന്മാർ ഇപ്രകാരം പറയുന്നു, ദൈവത്തിൻ്റെ നാമത്തിൽ ആമേൻ ആദമിൽ നിന്ന് പുറപ്പെട്ട ഷേത്തിൻ്റെ പുത്രനായ ഏനോഷിൻ്റെ പുത്രന്മാരെ ദൈവത്തിൻ്റെ പുത്രന്മാർ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നവൻ്റെ തലമുറകൾ എന്ന പേരിലാണ് ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ്റെ പുത്രിമാർ ആരാണെന്ന് ചോദിച്ചാൽ ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയ കായീൻ്റെ തലമുറകൾ. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ഈ ഷേത്തിൻ്റെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ഇറങ്ങിത്തിരിച്ചവൻ്റെ തലമുറകൾ ദൈവഹിതമില്ലാതെ ദൈവസന്നിധിയിൽ നിന്ന് പാപം ചെയ്ത് ഓടിപ്പോയവൻ്റെ തലമുറകളെ കണ്ട് മോഹിച്ച് അവരെ തങ്ങൾക്ക് ഭാര്യമാരായി എടുത്ത് ആമേൻ ഹല്ലേലൂയ അങ്ങനെയാണ് മല്ലന്മാരുണ്ടായി എന്നുള്ളൊരു വചനം അവിടെ എഴുതി വച്ചിരിക്കുന്നത്. നമ്മുടെ വിഷയം അതല്ലല്ലോ, എങ്കിലും ആമേൻ അവിടെ പഠിച്ചു വന്നപ്പോൾ അവിടെ ഹല്ലേലൂയ എഴുതി വച്ചിരിക്കുന്ന ഒരു ഭാഗം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആമേൻ ഹല്ലേലൂയ. അങ്ങനെയുള്ള അനീതി നിറഞ്ഞ വക്രത നിറഞ്ഞ ആമേൻ ദൈവത്തിൻ്റെ ഹിതം വിട്ടുപോയ ഇടത്ത് ദൈവിക ആരാധനയിൽ പോലും ആമേൻ ഹല്ലേലൂയ ആമേൻ അതിൻ്റെതായ ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ നാമത്തിൽ വേർതിരിച്ചവൻ്റെ തലമുറകൾ അടുത്ത തലമുറകളിലേക്ക് ആമേൻ ഹല്ലേലൂയ കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ നീതി ദൈവം കാണിച്ചിട്ടും അത് തിരിച്ചറിയാതെ പോയ ഒരു തലമുറയുടെ കാലം വന്നപ്പോൾ നശിപ്പിച്ച് കളയുവാൻ ദൈവത്തിന് പദ്ധതി തോന്നിയിട്ട് അവിടെ നിന്ന് ആമേൻ ഹല്ലേലൂയ ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചതുകൊണ്ട് അവൻ ദൈവസന്നിധിയിൽ നീതിയോടെ നിന്നു എന്ന് ദൈവവചനം നമ്മോട് വിളിച്ചു പറയുന്നു. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപ ഒന്ന് പൗലോസിൻ്റെ ജീവിതത്തിൽ എൻ്റെ കൃപ നിനക്ക് മതി എന്ന് ദൈവം പറഞ്ഞത് ആമേൻ ഹല്ലേലൂയ ബലഹീനതകളിൽ അത് നിന്നെ പ്രശംസാ വിഷയമാക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ പൗലോസിനെ ഹല്ലേലൂയ നിന്ദിച്ചവരുടെ നടുവിൽ ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ കൃപ അവനെ പ്രശംസാ വിഷയമാക്കി ഇന്നത്തെ ദിവസം വരെ പ്രസംഗിക്കത്തക്ക നിലയിൽ ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൃപ ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടിട്ടും ആ കൃപയുടെ വ്യാപാരം ഇന്നും ഹല്ലേലൂയ ആമേൻ പൗലോസിൻ്റെ ജീവിതം സാക്ഷ്യമാക്കി എന്നോടും നിങ്ങളോടുമൊക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആ കൃപ മാത്രം മതി നമുക്ക്. ആമേൻ ഹല്ലേലൂയ. അടുത്തത് നാം പഠിച്ചത് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ആമേൻ നോഹയെ കുറിച്ചാണ്. ആ കൃപ ലഭിച്ചത് കൊണ്ട് മറ്റുള്ളവർ മരണത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ കുടുങ്ങിപ്പോയപ്പോഴും അതിൽ നിന്ന് വേർതിരിച്ച് ആമേൻ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ ആമേൻ ദൈവത്തിന് ദയ തോന്നിയതാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അടുത്തത് ആമേൻ ഹല്ലേലൂയ നമുക്കൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. അടുത്തൊരു പദം നാം വായിച്ചു കേട്ടത് ലോത്ത് പറഞ്ഞൊരു വാക്ക. അങ്ങനെയല്ല കർത്താവേ. വായിച്ചട്ടെ. ആമേൻ. എൻ്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചുവല്ലോ എന്ന്. സാഹചര്യങ്ങൾ അറിയാം, ചരിത്രമറിയാം. ആമേൻ. വേഗത്തിൽ അതിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ദൂതിലേക്ക് ഇന്ന് പകൽക്കാലം കടന്നു പോകട്ടെ. ഇവിടെ ലോത്തിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ലോത്തിന് ലഭിച്ച കൃപ എന്താണെന്നറിയാമോ? രക്ഷിക്കുവാൻ. എല്ലാവരും കൈവിട്ടപ്പോഴും രക്ഷിക്കുവാൻ ദൈവമൊരുക്കിയ പദ്ധതിയുടെ പേരാണ്
ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒരുവൻ ഇടിവിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പട്ടണത്തിൽ ആമേൻ ഹല്ലേലൂയ നീതിമാന്മാരുടെ എണ്ണം പറഞ്ഞ് കുറച്ച് വന്ന് ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മുൻപിൽ ഇവനെ രക്ഷിച്ചെടുക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവത്തോട് യാചിച്ച് അവനും അവൻ്റെ കുടുംബമെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് ഒരുത്തൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവത്തിന് അവനോട് കരുണ തോന്നിയിട്ട് അവനെ വിടുവിച്ചെടുക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതി ദൈവം ഒരുക്കി വെച്ചത് കൊണ്ട് ആമേൻ ഹല്ലേലൂയ ആ പദ്ധതി ദൈവം ആമേൻ ഹല്ലേലൂയ അവൻ്റെ കൺമുൻ വെളിപ്പെടുത്തിയിട്ടും അവൻ്റെ കൂട്ടത്തിൽ അവൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നവർക്ക് പോലും ആ ദൈവിക പദ്ധതിയെ അതിൻ്റെ ആഴത്തിലും ആമേൻ അർത്ഥത്തിലും തിരിച്ചറിയുവാൻ കഴിയാതെ ആമേൻ ഹല്ലേലൂയ ദൈവം ആമേൻ ഹല്ലേലൂയ മഹാകരുണ കാണിച്ച് പട്ടണത്തിൻ്റെ പുറത്തു കൊണ്ടുവന്നിട്ടും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലേക്ക് കടക്കുവാൻ കഴിയാതെ പിന്മാറിപ്പോയപ്പോൾ ലോത്തിനൊരു കാര്യം മനസ്സിലായി. നീ എന്നോട് കാണിച്ച മരണത്തിൽ നിന്നുള്ള വിടുതലാണ് ആമേൻ ഹല്ലേലൂയ ദൈവമേ നിൻ്റെ കൃപ എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, എൻ്റെ കൃപ നിനക്ക് മതി. അത് ബലഹീനതകളിൽ ശക്തിയായി വെളിപ്പെട്ടു വരുന്നു. ഇന്ന് പകൽക്കാലം ദൈവം ആമേൻ എന്നോടും നിങ്ങളോടുമൊക്കെ കൃപ കാണിക്കുന്ന വ്യത്യസ്ത മണ്ഡലങ്ങളുണ്ട്. ആമേൻ ഹല്ലേലൂയ. ചിലരെ തള്ളിക്കളഞ്ഞിട്ട് ആമേൻ ഹല്ലേലൂയ നിന്നെ കരം പിടിച്ചത് നിനക്ക് ശ്രേഷ്ഠതയുണ്ടായിട്ടല്ല, നിന്റെ കുടുംബത്തിന് പാരമ്പര്യമുണ്ടായിട്ടല്ല, നിനക്ക് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ എന്തൊക്കെയോ വിശേഷതകൾ ഉണ്ടായിട്ടല്ല. ആമേൻ ഹല്ലേലൂയ മറിച്ച് ഹല്ലേലൂയ ദൈവത്തിന് നിന്നോട് തോന്നിയ ഫേവർ, ദൈവത്തിന് നിന്നോട് തോന്നിയ ദയ, ആ ദയയുടെ പേര് ആമേൻ കൃപ എന്ന് പറയുന്നത്. വില കൊടുത്തതല്ല, വില കൂടാതെ നിനക്ക് വേണ്ടി ആമേൻ ഹല്ലേലൂയ വെളിപ്പെടുത്തി തന്നതാ. പകൽക്കാലം ആത്മാവ് ശക്തമായി ഇടപെടുന്നൊരാലോചനയുണ്ട്. നിനക്ക് ലഭിച്ച കൃപയുടെ ആഴം എന്താണെന്ന് നീ തിരിച്ചറിയാതെ പോകരുത്. നിനക്ക് ലഭിച്ച കൃപയുടെ ആമേൻ മഹത്വം എന്താണെന്ന് നീ തിരിച്ചറിയാതെ പോകരുത്. നിനക്ക് ലഭിച്ച കൃപയുടെ ആഴം എന്താണെന്ന് അറിയണമെങ്കിൽ നീ നോഹയോട് ചോദിക്കണം. കിളിവാതിലുകൾ അടച്ചു കഴിഞ്ഞപ്പോൾ ചുറ്റുപാടും വെള്ളത്തിൻ്റെ മുകളിൽ നിലവിളി ഹല്ലേലൂയ കാതുകളിൽ കേൾക്കാൻ കഴിഞ്ഞപ്പോൾ ആമേൻ ഹല്ലേലൂയ ആ നിലവിളിക്ക് നീയും നിന്റെ കുടുംബവും പാത്രരാകാതെ നിന്നെ സുരക്ഷിതമായി ആമേൻ ഒരു കവചം കൊണ്ട് പുറമേ നിന്ന് അടച്ചു വെച്ചിട്ട് ആമേൻ ഹല്ലേലൂയ നീ പോയി ഉറയ്ക്കുന്നത് വരെ നിനക്ക് വേണ്ടി കരുതൽ തന്ന് ആമേൻ ഹല്ലേലൂയ ഒരു കൂടാരത്തിന്റെ ഉള്ളിൽ അഥവാ ഒരു പെട്ടകത്തിന്റെ ഉള്ളിൽ ആമേൻ മറ്റുള്ളവർ ആമേൻ ഹല്ലേലൂയ ആമേൻ നിന്ദിച്ചപ്പോഴും ആ നിന്നയെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഓർത്തുവെച്ച് ആമേൻ ഒരു പെട്ടകത്തിന്റെ ഉള്ളിൽ നിന്നെ മറച്ചതിന്റെ പേരാ കൃപ എന്ന് പറയുന്നത്. ആമേൻ വേദപുസ്തകം വായിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആദ്യം കാണുന്ന കൃപ നോഹയ്ക്ക് ലഭിച്ച കൃപയാ. എവിടെയാണെന്നറിയാമോ ആ കൃപയുടെ ആഴം? നിന്ദിച്ച നിന്ന, ആമേൻ പരിഹസിച്ച പരിഹാസം, ആമേൻ ദുഷിച്ച ദുഷി, ഇതെല്ലാം ചേർത്ത് വെച്ച് ആർത്തനാദങ്ങളായി ആമേൻ ഹല്ലേലൂയ പെട്ടകത്തിന്റെ പുറത്ത് മുഴങ്ങുമ്പോഴും ആമേൻ ഹല്ലേലൂയ അതിന് നീയും നിന്റെ കുടുംബവും അകപ്പെട്ടു പോകാതെ ആവശ്യമുള്ളതെല്ലാം അതിൻ്റെ ഉള്ളിൽ ചേർത്ത് വെച്ച് ആമേൻ ഹല്ലേലൂയ ആർത്തനാദങ്ങളെ മറികടന്ന് ഹല്ലേലൂയ ആർത്തുല്ലസിച്ച് സന്തോഷിക്കുന്ന അനുഭവത്തിലേക്ക് ആമേൻ കരം പിടിച്ചതിൻ്റെ പേരാ കൃപ എന്ന് പറയുന്നത്. ആ കൃപ അനുഭവിച്ചിട്ട് അത് തിരിച്ചറിയാത്തവരെ പോലെ ആയിത്തീരരുതെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവിൻ്റെ ദൂത് വിളിച്ചു പറയുകയാണ്. ഭോഷരായി പോകരുത്, ഭോഷന്മാരെ പോലെ ജീവിക്കരുത്. പൗലോസ് എൻ്റെ കൃപ നിനക്ക് മതി എന്ന് ആമേൻ കൊരിന്ത്യരോട് ദൈവത്തിൻ്റെ അരുളപ്പാട് വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും എന്താണ് ഈ ലഭിച്ച കൃപയുടെ ആഴമെന്ന്. ഹല്ലേലൂയ. കൂട്ടു സഹോദരന്മാർ നിന്ദിച്ചപ്പോഴും പൗലോസിന് പറയുവാനുള്ളത് ഒരു കാര്യമേ ഉള്ളൂ, എന്നോടവൻ സംസാരിച്ചതാ എൻ്റെ കൃപ നിനക്ക് മതിയെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മോട് തോന്നുന്ന മഹാദയയുടെ പേരാ
കൃപയെന്ന് പറയുന്നത്. കൃപയെന്ന് പറയുന്നത് അന്യഭാഷ പറഞ്ഞ് കയ്യും കാലും ഇട്ട് അടിച്ച് ബഹളമുണ്ടാക്കുന്നതിൻ്റെ പേരല്ല കൃപ. ദൈവത്തിന് നിന്നോട് തോന്നിയ മഹാദയയുടെ പൂർത്തീകരണത്തിൻ്റെ പേരാ ആമേൻ കൃപ എന്ന് പറയുന്നത്. അതറിയണമെങ്കിൽ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, നോഹയോട് ചോദിക്കുക. അതറിയണമെങ്കിൽ ലോത്തിനോട് ചോദിക്കുക. ഒരു പട്ടണം മുഴുവൻ വെന്ത് ചാമ്പലായി ആമേൻ കൂടെ ഉണ്ടായിരുന്നവൾ കൽത്തൂണായി പോയപ്പോഴും ആമേൻ കരം പിടിച്ച് ആ പർവ്വതം വരെ നിന്നെ ഞാൻ എത്തിക്കാമെന്ന് വാക്ക് പറഞ്ഞ് അവനോട് വെളിപ്പെട്ട ആ സാന്നിധ്യത്തിൻ്റെ പേരാ കൃപ എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, കൃപയുടെ ആഴം മറന്നു പോകരുത്, കൃപയുടെ വലിപ്പം മറന്നു പോകരുത്, കൃപയുടെ ആമേൻ ഹല്ലേലൂയ അളവറ്റ ആമേൻ ഹല്ലേലൂയ സമ്പത്ത് എന്താണെന്ന് മറന്നു പോകരുത്. എൻ്റെ കൃപ നിനക്ക് മതി. അത് ബലഹീനതകളിൽ തികഞ്ഞു വരുന്നതാ. ദൈവത്തിൻ്റെ കൃപയുടെ 2 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം മണിക്കൂറുകൾ 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 ആമേൻ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് വചനത്തിൻ്റെ ആഴമെടുത്ത് കൃപയുടെ വലിപ്പം എന്താണെന്ന് ആമേൻ ഹല്ലേലൂയ ആമേൻ പറയുവാൻ ആത്മാവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പൗലോസ് പറയുന്നു, ഈ കൃപയുണ്ടല്ലോ പകർന്നിരിക്കുന്നത് ഈ മൺകൂടാരത്തിൻ്റെ അകത്താണ്. ഈ മൺകൂടാരത്തിൻ്റെ അകത്ത് ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കൂടാരം ആമേൻ വീണുപോയാൽ ഏത് നിമിഷവും ചിതറി ആമേൻ നാശമായി പോകും. എന്നാൽ ഇതിൻ്റെ ഉള്ളിലാണ് ഈ കൃപ പകർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഇത് പകർന്നു വച്ചേക്കുന്ന ഉള്ളത്തെ ഉണ്ടല്ലോ, അതിൻ്റെ പൂർണ്ണതയോടെ ഞാനും നിങ്ങളും സൂക്ഷിക്കണം കേട്ടോ. ഇതിനെ വേറൊന്നിന് ആമേൻ ഇടമാക്കി തീർക്കരുത്. ഇതിന് വേറൊന്നിന് ആമേൻ ഹല്ലേലൂയ ഇടം കൊടുക്കരുത്. നിന്നോട് കാണിച്ച ആ മഹാകൃപയുടെ ആഴം ഇന്ന് പകൽക്കാലം തിരിച്ചറിയണമെന്ന് ആത്മാവിൻ്റെ ആലോചന വിളിച്ചു പറയട്ടെ. ആമേൻ. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അടുത്തൊരു പദം ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നമ്മൾ ഈ കൃപ 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 ഒത്തിരി കേട്ടിട്ടുണ്ട്. കൃപയുടെ ആഴം എന്താണെന്ന് വചനത്തിലൂടെ ഇന്ന് പകൽക്കാലം പഠിച്ചു വേണം ആ കൃപ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ. 2 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നു. 3-ാമത്തെ കാര്യം, കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് കൃപ തോന്നി. എന്താ കാരാഗ്രഹ പ്രമാണിക്ക് തോന്നിയ കൃപ? ഹല്ലേലൂയ. വേഗത്തിൽ നമുക്ക് സന്ദർഭങ്ങളെല്ലാം അറിയാമല്ലോ. യോസഫിനെ കാരാഗ്രഹത്തിൽ കൊണ്ടുവന്ന് അടച്ചു കളഞ്ഞു. ദർശന നിമിത്തം, വിശുദ്ധ ജീവിതം നിമിത്തം, ആമേൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച സാക്ഷ്യം നിമിത്തം, ആമേൻ ഹല്ലേലൂയ ഈ വിശുദ്ധ ജീവിതവും ദൈവകൃപയും ദൈവത്തിൻ്റെ പദ്ധതിയും ഒക്കെ ഉണ്ടായിരുന്നവൻ എത്തിപ്പെട്ടത് കാരാഗ്രഹത്തിലാണ്. എന്നാൽ കാരാഗ്രഹത്തിൽ അതുവരെ വെളിപ്പെടാത്ത അസാധാരണമായ ഒരു പ്രവൃത്തി നടന്നു. കാരാഗ്രഹത്തിൻ്റെ പ്രമാണിക്ക് അവനോട് കൃപ തോന്നി. ഇതാണ് നാം വായിച്ച വാക്യം. ഇന്ന് പകൽക്കാലം ആമേൻ പരിശുദ്ധാത്മാവിൽ ഒരു ആലോചന പങ്കുവയ്ക്കട്ടെ. കാരാഗ്രഹ പ്രമാണിക്ക് യോസഫിനോട് തോന്നിയ കൃപ എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനോട് അരുളി ചെയ്ത അരുളപ്പാട് അവൻ്റെ ജീവിതയാത്രയിൽ പൂർത്തീകരിക്കേണ്ടുന്നതിന് ദൈവം അവന് അനുവദിച്ചു കൊടുത്ത ദൈവിക പദ്ധതിയുടെ പേരാണ് യോസഫിന് കാരാഗ്രഹത്തിൽ വെളിപ്പെട്ട ദൈവകൃപ. ഇന്ന് പകൽക്കാലം ഒരു ദൂത് കൈമാറട്ടെ പ്രിയമുള്ളവരെ. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ദൈവം നിങ്ങളോട് അരുളി ചെയ്തിട്ടുള്ള ദൈവിക ആലോചനകൾ ആമേൻ അത് ഇല്ലാതെയാക്കി കളയുവാൻ, അതിനെ തടസ്സപ്പെടുത്തുവാൻ, അതിനെ മാറ്റിവെക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം ദൈവത്തിൻ്റെ കൃപ നിന്റെ
ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണവോ അത് പൂർത്തീകരിക്കുന്നത് വരെ നീ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. പല വ്യക്തികൾ ആമേൻ നിന്റെ ജീവിതത്തിൽ അതിന് വിരുദ്ധമായ അവരുടെ പദ്ധതികൾ വെളിപ്പെടുത്തിക്കൊണ്ട് വരും. പല വ്യക്തികളെയും ആമേൻ ഹല്ലേലൂയ ആമേൻ സാഹചര്യങ്ങൾ നിനക്ക് വിരുദ്ധമായി കൊണ്ടുവന്നിരിക്കാം. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൃപ നിന്റെ മേലുണ്ടെങ്കിൽ ആ കൃപയെ പൂർത്തീകരിക്കാതെ വണ്ണം ആമേൻ ദൈവത്തിൻ്റെ പദ്ധതികളെ തടസ്സപ്പെടുത്തുന്ന ഏതു പ്രയാസങ്ങളും ഏതു പ്രതിസന്ധികളും ആമേൻ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുൻപോട്ട് വന്നാലും അവിടെയെല്ലാം ദൈവിക പദ്ധതിയെ പൂർത്തീകരിക്കുവാൻ ദൈവത്തിൻ്റെ വഴികളുടെ പേരാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. അവിടെ കാരാഗ്രഹ പ്രമാണിക്ക് യോസഫിനോട് തോന്നിയ ദൈവത്തിൻ്റെ കൃപയുണ്ടല്ലോ, ആമേൻ ഹല്ലേലൂയ, ആ കൃപയെ മാറ്റിമറിക്കുവാൻ ഇന്ന് പകൽക്കാലം ഒരു ശക്തിയെയും ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. യോസഫിൻ്റെ ദർശനം, യോസഫിനെ ആമേൻ ഹല്ലേലൂയ വീണ് നമസ്കരിക്കുന്ന ആമേൻ ഒരു സ്വർഗീയ ദർശനമാണെങ്കിൽ ആ സ്വർഗീയ ദർശനങ്ങളെ ഇല്ലാതെയാക്കുവാൻ സഹോദരങ്ങൾക്കോ ആമേൻ ഹല്ലേലൂയ മിസ്രൈമ്യ കച്ചവടക്കാർക്കോ പൊത്തിഫേറിൻ്റെ ഭവനത്തോ കാരാഗ്രഹ പ്രമാണിക്കോ കഴിയത്തില്ല. ആമേൻ ഹല്ലേലൂയ ആമേൻ ആ വാഗ്ദത്തം ദൈവം അവനോട് പറഞ്ഞതാണെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ ദൈവം ഒരുക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയിലെ ആയുധങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞവരൊക്കെ ഒന്ന് ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ കൃപ ആമേൻ ഹല്ലേലൂയ എന്നോടും നിങ്ങളോടും കൂടെയുണ്ടെങ്കിൽ ഒരു കാരാഗ്രഹത്തിന് നിന്നെ ഒതുക്കി വയ്ക്കുവാൻ കഴിയത്തില്ല. കൂട്ട് സഹോദരന്മാർക്ക് നിന്നെ വിറ്റ് കളയുവാൻ പറ്റത്തില്ല. മിസ്രൈമ്യ കച്ചവടക്കാർക്ക് നിന്റെ മേൽ ലാഭം കൊള്ളുവാൻ കഴിയത്തില്ല. പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ ആമേൻ ഹല്ലേലൂയ അവനെ വിശ്വസ്തനായി പൊത്തിഫേർ കണ്ടപ്പോഴും അവൻ്റെ ഭാര്യയ്ക്ക് അവനെ അവിശ്വസ്തനായി കാണിക്കണമെന്ന് പദ്ധതി ഉണ്ടായാലും ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ കൃപ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ ഒരു ശക്തിക്കും ഈ ലോകത്തിൽ കർത്താവ് നിനക്ക് വച്ചിരിക്കുന്ന ആയുസ് വരെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നീ ജീവിക്കുന്നു എങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം വചനത്തിൻ്റെ ആഴങ്ങളെ അനുസരിച്ച് നീ ജീവിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഒരു വ്യക്തിക്കും കവർന്നു കളയുവാൻ കഴിയാതെ വണ്ണം ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്ന മഹാദയയുടെ പേരാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം പൗലോസ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ അത് ബലഹീനതകളിൽ ശക്തിയായി ആമേൻ വെളിപ്പെട്ടു വരുന്നു. ആമേൻ ഹല്ലേലൂയ നീ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദാപാത്രമായി തീരാനല്ല, ആമേൻ പ്രശംസാ വിഷയമായി തീരുവാൻ ഈ ദൈവത്തിൻ്റെ കൃപ മതിയെന്നേ. ഹല്ലേലൂയ 3 കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നു. ഒന്ന് ഹല്ലേലൂയ മരണത്തിന് മുൻപിൽ, പരിഹാസങ്ങളുടെ മുമ്പിൽ, നിന്ദകളുടെ മുമ്പിൽ ദൈവം തെരഞ്ഞെടുത്തവൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ഹല്ലേലൂയ. 2 അനേകർ ആമേൻ ജീവിതയാത്രയിൽ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയപ്പോൾ കരം പിടിച്ച് ആമേൻ അടുത്ത പദ്ധതിയിലേക്ക് ഉയർത്തിയതാണ് ദൈവത്തിൻ്റെ കൃപ. 3 വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ഏത് തടസ്സങ്ങൾ ജീവിതത്തിന് നേരെ വെല്ലുവിളിച്ചാലും ആ തടസ്സങ്ങളെയെല്ലാം അനുകൂലമാക്കി മാറ്റി ദൈവം അരുളി ചെയ്ത ദൈവത്തിൻ്റെ അരുളപ്പാടും ആലോചനകളും പൂർണ്ണമായി വെളിപ്പെടുത്തുവാൻ പദ്ധതി ഒരുക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിച്ചാട്ടെ. ഞാൻ വേഗത്തിൽ ഇരിക്കുവാൻ ശരണപ്പെടുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ദൈവസന്നിധിയിൽ പറയുവാനുണ്ട്. എങ്കിലും കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതുവാൻ ആമേൻ ഹല്ലേലൂയ ഹൃദയത്തിൽ നിന്ന് ഒഴുകിപ്പോകാതെ ദൈവസന്നിധിയിൽ നിലനിൽക്കേണ്ടുന്നതിന് നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം.
സോറി, 33:12 ഒന്ന് വായിച്ചാട്ടെ. 33:12. ഹല്ലേലൂയ. നാം രണ്ട് ഭാഗം വായിച്ചു വന്നിടത്ത് 32-ാം അധ്യായത്തിലും 33-ാം അധ്യായത്തിലും ആമേൻ 32-ാം അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ട് ദൈവജന സന്നിധിയിൽ നിന്നുകൊണ്ട് മോശെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഞാൻ ഈ ജനവുമായി ആമേൻ ഹല്ലേലൂയ അവിടുന്ന് കടന്നു വന്നു. എന്നാൽ ഇപ്പോൾ ഈ ജനത്തിൻ്റെ ഇടയിൽ പലവിധമായ പ്രതിസന്ധികൾ ഉണ്ടായിരിക്കുന്നു. എൻ്റെ പുറകിൽ ആമേൻ ഹല്ലേലൂയ മിസ്രയീം ജനതയുണ്ട്. അവർ പറയും, ഇവരെയും കൊണ്ട് പുറപ്പെട്ടു പോയി, എന്നാൽ ഇവർ എത്തുമെന്ന് പറഞ്ഞിടത്ത് എത്തിയതുമില്ല. അതുകൊണ്ട് അവർ ഹല്ലേലൂയ നിന്ദിക്കുവാൻ ഇടയായി തീരുമല്ലോ. ഇന്നിങ്ങനെ ദൈവത്തോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് 33-ന്റെ 12 ഇങ്ങനെയാണ് വായിച്ചത്. മോശെ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആരെ എന്നോടുകൂടി അയക്കുമെന്ന് അറിയിച്ചു തന്നിട്ടില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. പകൽക്കാലം വേഗത്തിൽ ഒരൊറ്റ ആലോചന പരിശുദ്ധാത്മാവ് അതിൽ നിന്ന് വെളിപ്പെടുത്തിയത് ആമേൻ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ആമേൻ ഈ വചനത്തിൽ നിന്ന് ഇരിക്കുവാൻ ഞാൻ ശരണപ്പെടുന്നു. ആ സാഹചര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, മോശയുടെ മനസ്സ് വല്ലാതെ മടിച്ചുപോയി, മനസ്സിന് വല്ലാത്ത ഭാരം തോന്നി. ആമേൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഈ ജനത്തെയും കൊണ്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടതാ, എന്നാൽ ഹല്ലേലൂയ മിസ്രയീമ്യർ നോക്കിയിട്ട് ദൂഷിക്കുവാനും നിന്ദിക്കുവാനും ഇടയായിത്തീരുമല്ലോ. ആമേൻ ഹല്ലേലൂയ എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടാകുമെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല. പക്ഷേ എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, നീ എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിട്ടുണ്ടല്ലോ എന്ന് നീ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇന്ന് പകൽക്കാലം മോശ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ മോശയോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചത്, മോശ ദൈവത്തോട് തിരിച്ചു പറയുക, എന്നോട് നിനക്ക് കൃപ തോന്നിയിട്ടുണ്ടല്ലോ എന്ന് നീ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എന്ന് നീ എന്നോട് പറഞ്ഞിരിക്കുന്നുവല്ലോ. ദൈവത്തിന് നമ്മോട് തോന്നുന്ന അടുത്ത ഒരു കൃപ എന്തിനാണെന്നറിയാമോ? മനസ്സ് വല്ലാതെ തകർന്നു പോകുമ്പോൾ ഞാനും നീയും ഏകരല്ല, നിന്നെ അടുത്തറിഞ്ഞിട്ടുണ്ട്, നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് നിന്നെ ആശ്വസിപ്പിക്കുന്ന സാന്നിധ്യം നിന്നോട് മുഖാമുഖമായി വെളിപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. വചനം എഴുതിയിരിക്കുന്ന അതേ ആത്മാവ് നീ വചനം ധ്യാനിക്കുമ്പോൾ നിന്റെ ഹൃദയത്തോട് ആമേൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആമേൻ ഹല്ലേലൂയ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിട്ടുണ്ടല്ലോ. നാലാമത്തെ കൃപ എന്താണെന്ന് ചോദിച്ചാൽ, മനസ്സ് വല്ലാതെ പതറിപ്പോകുന്ന ഇടങ്ങളിൽ അടുത്തു വന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന ആ സാന്നിധ്യം, നിന്നോട് സംസാരിക്കുന്ന ദൈവ സാന്നിധ്യം നീ യഥാർത്ഥമായി ആഴത്തിൽ നിന്റെ ഉള്ളിൽ നിന്ന് തിരിച്ചറിയുന്ന ആ നിമിഷത്ത് ദൈവത്തിൻ്റെ കൃപ ആണെന്ന് തിരിച്ചറിയുന്ന ആ വലിയ പദ്ധതിയാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇതുവരെ ഇത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ മുതൽ ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ അസാധാരണമായ കൃപ ഏതെല്ലാം മേഖലകളിൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. ഹല്ലേലൂയ. മരണത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചറിയുവാൻ കഴിയും. ആമേൻ. തകർന്നു പോകുന്നെന്ന് തോന്നുന്നിടത്ത് ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാൻ കഴിയും. വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുന്നതിന് മുമ്പേ ഇല്ലാതെയാക്കിക്കളയുവാൻ പദ്ധതികൾ ഒരുക്കുന്ന പദ്ധതികളെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാൻ ഇടയായിത്തീരും. ഏകനായി പോയോ, ഒറ്റയ്ക്കായി പോയോ, ആരും കൂടെ ഇല്ലയോ എന്ന് ഹല്ലേലൂയ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഹല്ലേലൂയ ചിന്താഭാരങ്ങൾ ഉയരുമ്പോൾ ദൈവത്തിൻ്റെ അസാധാരണമായ ദൈവകൃപ വെളിപ്പെട്ടു വരുവാനിടയാകും. അതുകൊണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അവൻ നിങ്ങളെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപയുടെ ആഴങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി ഇടപെട്ടുവല്ലോ.
ദൈവകൃപയുടെ ശ്രേഷ്ഠത ആമേൻ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി ഇടപെട്ടുവല്ലോ. ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട വചനത്തിൻ്റെ കീഴിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ, അളവറ്റ ആ ദൈവകൃപയുടെ ആഴം ഇന്ന് പകൽ മുതൽ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ. നോഹയ്ക്ക് വെളിപ്പെട്ടതുപോലെ ആമേൻ ഹല്ലേലൂയ നിന്ദിക്കുന്നവരുടെ മധ്യത്തിൽ ആമേൻ ഹല്ലേലൂയ ദൈവമേ ഞങ്ങളുടെ കൃപ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുമാറാകണമേ. ആമേൻ ഹല്ലേലൂയ ലോത്തിന് വെളിപ്പെട്ടതുപോലെ ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. ആമേൻ മോശയ്ക്ക് വെളിപ്പെട്ടതുപോലെ ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. ഞങ്ങളെ ഒറ്റപ്പെടുന്നിടത്ത്, ഞങ്ങൾക്ക് കൂട്ടില്ല എന്ന് തോന്നുന്നിടത്ത് ദൈവമേ ഞങ്ങളുടെ കൃപ വെളിപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ വാഗ്ദത്തങ്ങളെ ഇല്ലാതെയാക്കി ആമേൻ ഹല്ലേലൂയ ഒടുക്കിക്കളയുമെന്ന് വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളുടെ നടുവിൽ ആമേൻ യോസഫിനോട് കാരാഗ്രഹ പ്രമാണിക്ക് തോന്നിയ ആമേൻ കൃപ പോലെ ദൈവമേ ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾക്ക് വിരുദ്ധമായി ആമേൻ ചുറ്റുപാടിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ ആമേൻ അപശ്രുതികൾ കേൾക്കുമ്പോൾ നിന്റെ കൃപയുടെ ആഴം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസിനോട് ആമേൻ അരുളി ചെയ്തതുപോലെ ആ കൃപ ഞങ്ങൾക്ക് മതി കർത്താവേ. അത് ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാകയാൽ അതിൽ ഹല്ലേലൂയ ഞങ്ങൾ ഞങ്ങളുടെ ബലഹീനതകളിൽ പ്രശംസിക്കുവാൻ അങ്ങയുടെ കരത്തിൻ്റെ ശക്തി ഞങ്ങളിൽ വെളിപ്പെടുത്തണം. ഈ വചനത്താൽ ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.